കുഞ്ഞിന് ഏത് പ്രായം മുതലാണ് നൈറ്റ് ഫീഡിംഗ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഏത് പ്രായത്തിലാണ് നിർത്തേണ്ടത്, എങ്ങനെ നിർത്താം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞിന് ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് നൈറ്റ് ഫീഡിംഗ് ഒഴിവാക്കാവുന്നതാണ്. അതായത് ആദ്യ കുറച്ച് മാസങ്ങളിൽ കുഞ്ഞിന് രാവും പകലും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഈ സമയത്ത് കുഞ്ഞിന് രാത്രി ഏത് പകൽ ഏതെന്ന് തിരിച്ചറിയാനായിട്ട് സ്വന്തമായിട്ട് കഴിവില്ല. പകലും രാത്രിയും എല്ലാം കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നു അമ്മമാർ. എന്നാൽ അമ്മമാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നു. അതായത് എല്ലാ സമയത്തും ഓരോ 2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് തന്നെ അമ്മമാരുടെ മാനസികാരോഗ്യം നല്ലതുപോലെ അഫക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സമയത്തും കുഞ്ഞിനെ എണീറ്റ് ഫീഡ് ചെയ്യേണ്ടത് നിർത്തേണ്ടത് ആദ്യ 6 മാസത്തിൽ തന്നെയാണ്. ആദ്യ 3 മാസങ്ങളിൽ തന്നെയാണ് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് 2 മണിക്കൂറിനുള്ളിൽ ഫീഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ സമയം നിങ്ങൾക്ക് ദീർഘിപ്പിക്കാവുന്നതാണ്. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ രാത്രിയിൽ ഫീഡ് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക് കേരീസ് അല്ലെങ്കിൽ വായിൽ പോട് കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളത്. അതായത് പിന്നീട് കുഞ്ഞിന് പല്ല് മുളയ്ക്കുന്ന സമയത്തും അതിൽ ക്ഷയം ഒക്കെ വരാനുള്ള സാധ്യത കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ പിന്നീടും ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടിയൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് കുഞ്ഞിനെ രാത്രിയിൽ ഫീഡിങ് നിർത്തേണ്ടതെന്ന് നോക്കാം. നൈറ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏത് സമയമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം തന്നെ പറയാം. പഠനങ്ങളിലൊക്കെ പറയുന്നത് നൈറ്റ് ഫീഡിങ് എന്നാൽ രാത്രി 7 മണി മുതൽ പകൽ 7 മണി, അതായത് പിറ്റേ ദിവസം രാവിലെ 7 മണി എന്നുള്ളതാണ്. എന്നാൽ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇത്രയും സമയം ദീർഘിപ്പിച്ച് കുഞ്ഞിനെ ഉറക്കുവാനും അതുപോലെ തന്നെ പാല് കൊടുക്കാതിരിക്കുവാനായിട്ടും കഴിയുകയില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞിന് ഉറങ്ങുന്ന സമയത്ത്, അതായത് കുഞ്ഞ് രാത്രിയിൽ 9 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ ആ സമയത്തിന് ശേഷം കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെയാണ് പാല് കുടിക്കലെന്ന് നിർത്തേണ്ടത് എന്നതിനെ പറ്റിയാണ്. ഇനി എപ്പോൾ മുതലാണ് കുഞ്ഞിന് ഫീഡിങ് നിർത്തേണ്ടതെന്ന് നോക്കാം. ഫോർമുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളിൽ ആദ്യ 6 മാസത്തിന് ശേഷം കുഞ്ഞിനെ ഫീഡിങ് നിർത്താവുന്നതാണ്. മുലപ്പാൽ നൽകുന്ന കുട്ടികളാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ഒരു 12 മാസത്തിനോട് അടുക്കുന്ന സമയത്തിൽ നമുക്ക് ഫീഡിങ് കുറച്ചു കൊണ്ടുവന്ന് 12 മാസമൊക്കെ ആകുന്ന സമയത്ത് നിർത്താവുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ട മറ്റൊരു വസ്തുതയാണ്, കുഞ്ഞുങ്ങൾ രാത്രി ഉണരുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും മുലപ്പാൽ നൽകി കുഞ്ഞിനെ സമാധാനമായിട്ട് ആദ്യ നാളുകളിൽ തന്നെ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് കുഞ്ഞിന് ഇതൊരു ഹാബിറ്റായി മാറുകയും കുഞ്ഞ് പാലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തെറ്റിദ്ധാരണ അവോയ്ഡ് ചെയ്യേണ്ടത് പലരുടെയും പ്രശ്നമായിട്ട് മാറാറുണ്ട്. കുഞ്ഞിനെ ഉറക്കാനുള്ള വഴികളിൽ ഒന്നായിട്ട് ഫീഡിങ്ങിനെ നിങ്ങൾ കണക്കാക്കാതിരിക്കുക. എപ്പോൾ കുഞ്ഞ് കരഞ്ഞാലും കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കാൻ മുതിർന്നവർ പറയുകയും നിങ്ങളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞ് കരയുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണ് തിരിച്ചറിയുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് കുഞ്ഞ് ഡിസ്കംഫർട്ട് ഉണ്ടായാലും രാത്രി എണീക്കാനും കരയാനുമുള്ള സാധ്യത കൂടുതലാണ്. അതായത് കുഞ്ഞിന് ഡയപ്പർ ചേഞ്ചിന് വേണ്ടിയിട്ട് കുഞ്ഞിന് കൂടുതലായിട്ട് തണുക്കുകയോ ചൂടെടുക്കുകയോ ഗ്യാസ് ഉണ്ടാവുകയോ കൊതുക് അങ്ങനെയുള്ള പ്രാണികൾ എന്തെങ്കിലും കടിക്കുകയോ ഇൻഫെക്ഷൻ ഉള്ള സമയത്തൊക്കെ കുഞ്ഞിൻ്റെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുകയും ഈ സമയത്ത് കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉണരുകയും കരയുകയും ഒക്കെ ചെയ്യും. എല്ലാ സമയത്തും നിങ്ങൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാതിരിക്കുക. 12 മാസത്തിൽ എങ്ങനെയാണ് മുലപ്പാൽ നിർത്തേണ്ടതെന്ന് നോക്കാം. ഒരു കുഞ്ഞ് 12 മാസത്തോടടുക്കുന്ന സമയത്ത് മുലപ്പാലിൻ്റെ അളവ് കൊടുക്കുന്നത് കുറച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം 1 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾ മെയിനായിട്ട് സോളിഡ് ഫുഡ്സിനെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിനെ ഇതിനകത്തുനിന്നും നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എത്ര മിനിറ്റാണ് കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. 5 മിനിറ്റിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ രാത്രി കുഞ്ഞിനെ മുലയൂട്ടുന്നത് 5 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് കഴിയണമെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓരോ ദിവസവും 2 മിനിറ്റ് വെച്ച് കുറച്ചു കൊണ്ടുവരിക എന്നതാണ് ആദ്യത്തെ പടി. പിന്നീട് ഓരോ ആഴ്ചയിലും 2 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് കുറച്ച് കൊണ്ടുവന്ന് തീരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഫോർമുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 125 ml ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ 2-3 ദിവസം കൂടി ഇരിക്കുന്ന സമയത്ത് 5 മുതൽ 10 ml വരെ കുറച്ച് കൊണ്ടുവരികയും ഇത് പിന്നീട് കാര്യമായിട്ട് കുറയ്ക്കുകയും പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് നിർത്താവുന്നതുമാണ്. ഇത് കുഞ്ഞിന് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് വാശി പിടിക്കാനും കരയാനുമുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഈ ഒരു സമയം നിങ്ങൾ കടന്നു കിട്ടുക എന്നുള്ളത് വളരെയധികം നിർണായകമാണ്. ഈ സമയത്ത് നിങ്ങൾ ഉറക്കമൊഴിയാനും നിങ്ങൾക്ക് അമിതമായ ക്ഷീണമൊക്കെ തോന്നാനുമുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഈ സമയത്ത് നിങ്ങൾ കാര്യമായിട്ടുള്ള എഫേർട്ട് ഇടുകയും വേണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫാമിലി സപ്പോർട്ടും തേടാവുന്നതാണ്. വാശി കരച്ചിലൊക്കെ നിങ്ങൾ ക്ഷമയോടെ തന്നെ
സ്വീകരിക്കേണ്ട ഒന്നുമാണ്. ഈ സമയത്ത് നല്ലതുപോലെ ട്രൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വാശി പിടിക്കുന്ന കുഞ്ഞിനെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുക. കുഞ്ഞിനെ കുറച്ച് നേരമൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഏൽപ്പിക്കുകയും കുഞ്ഞിന് ഇഷ്ടമുള്ള കളികളിലൊക്കെ ഏർപ്പെടാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വെള്ളമൊക്കെ കൊടുത്ത് കുഞ്ഞിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. കഴിവതും ആ ഫോമിലെയോ ബ്രസ്റ്റ് ഫീഡിങ്ങോ ഒക്കെ ഒഴിവാക്കി തന്നെ വേണം കുഞ്ഞിനെ സമാധാനിപ്പിക്കാനായിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നൈറ്റ് ഫീഡിങ് എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്, ഏത് പ്രായത്തിലാണ് ഒഴിവാക്കേണ്ടത്, എങ്ങനെയൊക്കെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്